നമസ്കാരം. 2025 ഏപ്രിൽ 14 മേടവിഷു വരുന്നത്. ഇനി വരുന്ന 2026 മേടം 1 വരെ, അതായത് ഒരു വർഷക്കാലം നീണ്ട 12 മാസം ജീവിതത്തിൽ ഐശ്വര്യങ്ങളോടുകൂടി അല്ലെങ്കിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളോടുകൂടി ജീവിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് സിദ്ധിക്കുകയാണ്. 19 നക്ഷത്രക്കാരെ തേടിയാണ് ആ ഭാഗ്യം വന്നണയാൻ പോകുന്നത്. അതും ഈ വരുന്ന ഏപ്രിൽ 14 തുടങ്ങി 31 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ വിധത്തിലുള്ള എല്ലാ ഭാഗ്യങ്ങളും, അതായത് ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ എത്തിച്ചേരാനായി പോകുന്നതാണ്. 27 നക്ഷത്രക്കാർക്കും വളരെ നല്ല സമയങ്ങളാണ് ആരംഭമാകാൻ പോകുന്നത്. ഈ മാർച്ച് അവസാനം, അതായത് 29, 30 തുടങ്ങിയ ദിവസങ്ങളിലൊക്കെ പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഓരോ നക്ഷത്രക്കാർക്കും ലഭിക്കും എന്നതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് ആവശ്യമില്ല. പക്ഷേ ഏപ്രിൽ 14 മേടവിഷു ആരംഭിക്കുമ്പോൾ 19 നക്ഷത്രക്കാർക്ക് പിന്നീടും വളരെ വലിയ നേട്ടമാണ്. അതായത് ഇപ്പോൾ മുതൽ നേട്ടങ്ങളുണ്ടെങ്കിലും 19 നക്ഷത്രക്കാർക്ക് അതിലുപരി നേട്ടം വീണ്ടും വന്നണയാൻ പോവുകയാണ്. അതും അടുത്ത മേടം വരെ, അതായത് ഒരു വർഷക്കാലമാണ് ഐശ്വര്യങ്ങളോടുകൂടി സമ്പത്ത്, സമൃദ്ധി, നേട്ടം, സന്താന ഭാഗ്യം, കീർത്തി, ഐശ്വര്യം, ആയുരാരോഗ്യ, സൗഖ്യം ഇതൊക്കെയും കൈവരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ലഭിക്കാൻ പോകുന്ന 19 ഭാഗ്യശാലികളായ നക്ഷത്രക്കാരുണ്ട്. അഷ്ടലക്ഷ്മി യോഗം കൂടി ഇവർക്ക് ലഭിക്കുന്നുണ്ട്. വളരെ നേട്ടമാണ്, ഭാഗ്യമാണ്. ഒരുപാട് നാളായി അനുഭവിച്ചു കൊണ്ടിരുന്ന ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും വിഷമങ്ങൾക്കുമാണ് ഈ വരുന്ന ഏപ്രിൽ 14 മേടവിഷുവോടുകൂടി സമാപ്തിയാകാൻ പോകുന്ന അല്ലെങ്കിൽ സമാപനമാകാൻ പോകുന്ന അന്ന് മുതലുള്ള ദിവസങ്ങൾ ഇനി നിങ്ങളുടെ ജീവിതത്തിലെ നേട്ടത്തിൻ്റെ സമയമാണ്. എല്ലാവിധ സമ്പത്ത്, സമൃദ്ധി, നേട്ടങ്ങൾ, ഐശ്വര്യം, കർമ്മവിജയം, ശാരീരിക സൗഖ്യം, കുടുംബ സൗഖ്യം, സമാധാനം ഇതൊക്കെയും നിങ്ങളിലേക്ക് എത്താൻ പോവുകയാണ്. ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം ആവോളം ലഭിക്കാൻ പോവുകയാണ്. അന്നേ ദിവസം ഗുരുവായൂർ ക്ഷേത്രദർശനം നടത്താൻ സാധിക്കുന്നവർ ക്ഷേത്രദർശനം നടത്തുക, ഉത്തമ ഫലങ്ങൾ ലഭിക്കുന്നതാണ്. എന്നാൽ അവിടെ പോകാൻ സാധിക്കാത്തവരാണെങ്കിൽ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം അന്നേ ദിവസമായാലും തുടർന്ന് വരുന്ന 7 ദിവസങ്ങളായാലും നടത്തുകയാണെങ്കിൽ ഉത്തമമാണ്. വെറും കൈയോടെ ഒരു ക്ഷേത്രത്തിലും പോകല്ല്. അപ്പോൾ നിങ്ങൾക്ക് തുളസിമാല കെട്ടിക്കൊണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു കൂട് ചന്ദനത്തിരി, കർപ്പൂരം, അങ്ങനെ നിങ്ങൾക്ക് യഥാശക്തി വഴിപാട്, ശക്തിക്കൊത്ത വഴിപാട്, നിങ്ങളുടെ ശക്തി അന്നത്തെ നിങ്ങളുടെ കയ്യിൽ എന്തൊരു ധനമുണ്ട് ആ ധനത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ പോയി ചെയ്താൽ മാത്രം മതിയാകും. എല്ലാവിധ ദുരിതങ്ങളും അവസാനിക്കാൻ പോവുകയാണ്. നേട്ടത്തിൻ്റെ സമയമാണ്. പ്രാർത്ഥന പ്രാർത്ഥന പ്രാർത്ഥന. വളരെയധികം അത്യാവശ്യമായ ആഹാരം കഴിക്കാൻ നമ്മൾ ഒരു ദിവസവും മറക്കാറില്ല. ഉള്ളത് എന്തെങ്കിലും, ഒരു നേരം ചോറില്ലെങ്കിൽ ചപ്പാത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ കഴിച്ച് നമ്മുടെ ജീവൻ നിലനിർത്താൻ നമ്മൾ ഏവരും ശ്രമിക്കാറുണ്ട്. അതേപോലെ തന്നെ ശ്രമിക്കേണ്ട ഒരു കാര്യമാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥന നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം ഫലങ്ങൾ നമ്മൾക്ക് നൽകുന്നതാണ്. ഒരു നേരം മരുന്ന് കഴിക്കാൻ നമ്മൾ മറന്നുപോയെങ്കിലും ആ ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥന മരുന്നിൻ്റെ പവർ കൂടി നൽകും. എങ്കിലും മരുന്നും മന്ത്രവും ആവശ്യമാണ്. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. അപ്പോൾ ഇവിടെ പറയുന്നത് പ്രാർത്ഥന നിങ്ങൾക്ക് വളരെയധികം അത്യാവശ്യമാണ് എന്നതിലുപരി നിങ്ങൾ മുന്നേയുള്ള സമയങ്ങളിൽ പ്രാർത്ഥിച്ചതിൻ്റെ, മനമറിഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ, മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു സൗഭാഗ്യം, ഐശ്വര്യം നിങ്ങളെ തേടി ഇപ്പോൾ വന്നണഞ്ഞിരിക്കുന്നത്. നേട്ടത്തിൻ്റെ സമയം വരികയാണ് ഏപ്രിൽ 1 മുതൽ. അതും കുറച്ച് ദിവസത്തേക്ക് മാത്രമോ കുറച്ച് മാസത്തേക്ക് മാത്രമോ അല്ല, നീണ്ട ഒരു വർഷക്കാലം നിങ്ങൾക്ക് ഈ ഭാഗ്യം ജീവിതത്തിലുടനീളം പല വിധത്തിൽ വിവാഹം, ജോലി, സമ്പത്ത്, ഐശ്വര്യം, കുട്ടികൾ, സന്താന യോഗം തുടങ്ങിയ പലവിധ രീതിയിൽ നിങ്ങളിലേക്ക് ഭാഗ്യം വന്നണയാൻ പോവുകയാണ്. അപ്പോൾ ഈ 19 നക്ഷത്രക്കാർ, അതായത് ഭാഗ്യശാലികളായ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണാനായി ശ്രമിക്കുക. ഏപ്രിൽ 14 മേടവിഷുവാണ്. ഈ വരുന്ന മേടം 1 മുതൽ അടുത്ത വർഷം മേടം വരെ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്രക്കാരിൽ 19 നക്ഷത്രക്കാരിൽ ആദ്യത്തെ 3 നക്ഷത്രങ്ങൾ ഭരണി, പൂരം, പൂരാടം. ഈ 3 നക്ഷത്രക്കാർക്ക് സൂര്യൻ്റെ മേടസംക്രമണം വളരെയധികം ഉയർച്ചയാണ് നൽകുന്നത്, ഭാഗ്യമാണ് നൽകുന്നത്. പദവികൾ ലഭിക്കുന്നതാണ്. പദവികൾ ലഭിക്കുമെന്ന് പറയുമ്പോൾ ജോലിയിൽ പ്രമോഷൻ ഉണ്ടാകുന്നതായിരിക്കാം. അതേപോലെ തന്നെ
ഇപ്പോൾ ജോലി ഇല്ലാത്തവർക്കും ഒരു സ്ഥായിയായ വരുമാനത്തോടു കൂടിയുള്ള ജോലി ലഭിക്കുന്നതാണ്. കടബാധ്യതകൾ എല്ലാം തന്നെ തീർക്കാൻ നിങ്ങൾക്ക് ഒരു വർഷക്കാലത്തിനുള്ളിൽ തന്നെ സാധ്യമാകുന്നതാണ്. കർമ്മമേഖല നേട്ടമാണ് ഭരണി, പൂരം, പൂരാടം നക്ഷത്രക്കാർക്ക് എടുത്തു പറയേണ്ടത്. അപ്പോൾ ജോലിയില്ലാതെ വിഷമിക്കുന്ന ഈ 3 നക്ഷത്രക്കാർക്ക് വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ കുറിച്ചു വെച്ചുകൊള്ളൂ. ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ചതിനപ്പുറം വലിയ നേട്ടത്തോടെ ഉള്ള ഒരു ജോലി തന്നെ ലഭിക്കുന്നതാണ്. അത് സ്വദേശത്താവാം അല്ലെങ്കിൽ വിദേശത്താവാം. എങ്ങനെയായാലും ഈ മേടമാസം മുതൽ വരുന്ന മേടമാസം വരെ, അതായത് ഒരു വർഷക്കാലത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച ഏറ്റവും ഉന്നത പദവിയുള്ള ജോലി നിങ്ങൾക്ക് സ്വന്തമാകുന്നതാണ്. കർമ്മ നേട്ടമാണ് ഈ ഒരു 3 നക്ഷത്രക്കാർക്ക് വിഷുഫലമായി പറയാനുള്ളത്. അത്യുന്നതിയാണ്, സമ്പത്താണ്, യോഗങ്ങളൊക്കെയും അനുഗ്രഹഭാവത്തിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. കർമ്മ നേട്ടം പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ്, വീണ്ടും പറയുകയാണ്. ജോലിയില്ല എന്ന് ഓർത്ത് വിഷമിക്കുന്ന ആളുകൾക്ക് വേണ്ടി പറയുകയാണ്. ഈ വരുന്ന ഒരു വർഷം, ഈ മേടം 1 മുതൽ 2026 മേടമാസം വരെയുള്ള സമയത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ചതിലും കൊതിച്ചതിലും വലിയ ഒരു ജോലി തന്നെ നിങ്ങളെ കാത്തിരിക്കുന്നതാണ്. അത് സ്വദേശത്താകാം അല്ലെങ്കിൽ വിദേശത്തു നിന്നും ആകാം. അടുത്ത 3 നക്ഷത്രങ്ങൾ പൂയം, അനിഴം, ഉത്രട്ടാതി എന്നിവയാണ്. സമ്പൂർണ്ണ ഐശ്വര്യം തന്നെയാണ് നിങ്ങൾക്ക് ഈ മേടവിഷു പ്രദാനം ചെയ്യാൻ പോകുന്ന വരുന്ന മേടമാസം വരെ അത് നിലനിൽക്കുകയും ചെയ്യും. ആയുരാരോഗ്യ അഭിവൃദ്ധിയാണ്. അതുകൊണ്ട് ആയുർദോഷം അല്ലെങ്കിൽ ആയുസ്സിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട. വളരെ നല്ല സമയമാണ്. പുത്രപൗത്രാദി സൗഖ്യമുണ്ടാകുന്നുണ്ട്. യശസ് വർദ്ധിക്കും, നേട്ടങ്ങൾ ഉണ്ടാകും, ഭാഗ്യം കടാക്ഷിക്കും, ആരോഗ്യം തൃപ്തികരമാകും, ധനം വന്നു ചേരും, ഐശ്വര്യമുണ്ടാകും. ഏതു മേഖലയിൽ തൊട്ടാലും എവിടെ തൊട്ടാലും വിജയമായി ഭവിക്കും. കീർത്തി ഉണ്ടാകും, ദീർഘായുസ് ഫലം. കൂടാതെ നിങ്ങൾക്ക് ശുഭഗ്രഹ ദൃഷ്ടി ഈ ഒരു സമയത്ത് മേടവിഷു മുതൽ ആരംഭമാകുന്നുണ്ട്. എങ്കിലും കൂടുതൽ ഫലങ്ങൾ കർക്കിടകത്തിന് ശേഷമുള്ള സമയം വളരെയധികം, ഇപ്പോഴുള്ള സമയവും ശ്രേഷ്ഠമാണെങ്കിലും കർക്കിടകത്തിന് ശേഷമുള്ള സമയം ഏറ്റവും ഉയർച്ചയും ഉന്നതിയുമായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. അടുത്ത 3 നക്ഷത്രങ്ങൾ ആയില്യം, തൃക്കേട്ട, രേവതി. അത്യപൂർവമായ സാമ്പത്തിക വർധനവ് അല്ലെങ്കിൽ ഉന്നതി ഉണ്ടാകുന്ന നക്ഷത്രക്കാരാണ് ഈ 3 നക്ഷത്രക്കാർ. ആയില്യം, തൃക്കേട്ട, രേവതി. ബിസിനസ് ചെയ്യുന്നവർക്ക്, വാഹന സംബന്ധമായിട്ടുള്ള ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് നല്ലൊരു സമയമാണ് വരുന്നത്. തൊഴിലാളികൾക്ക്, തൊഴിൽ ഇല്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് നല്ല തൊഴിൽ ലഭിക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിച്ചതിലും ഉയർച്ചയോടുകൂടി നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതാണ്. അതേപോലെ ഒരുപാട് കീഴുദ്യോഗസ്ഥർ അല്ലെങ്കിൽ കീഴ് ജോലിക്കാർ അല്ലെങ്കിൽ കീഴ് ജീവനക്കാരൊക്കെ ഉള്ളതിൻ്റെ ഒരു മേലധികാരിയായി നിൽക്കാനുള്ള ഭാഗ്യം, അതായത് ചിലപ്പോൾ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ മേടം മുതൽ അടുത്ത മേടം വരെയുള്ള ഒരു വർഷക്കാലത്തിനുള്ളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് നിങ്ങളുടെ കീഴിലും ജോലി ചെയ്യാൻ, നിങ്ങളതിൻ്റെ ഒരു ഓഫീസറായിട്ടിരിക്കുക അല്ലെങ്കിൽ നിങ്ങളതിൻ്റെ ഏറ്റവും വലിയ കമ്പനിയുടെ MD എന്നൊക്കെ നമ്മൾ പറയാറില്ല, അതേപോലെ തന്നെ ഉയർന്ന പദവി അലങ്കരിക്കാനും കീഴ് ജീവനക്കാരും തൊഴിലാളികൾ ഒക്കെയുള്ള ഒരു നേതൃത്വ പാഠവുമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് വരുന്നത്. ബിസിനസ് ആരംഭിക്കും നിങ്ങൾ, അതായത് ആയില്യം, തൃക്കേട്ട, രേവ നക്ഷത്രക്കാരുടെ മനസ്സിൽ ബിസിനസ്സിൻ്റെ ഒരു ആശയം കിടന്ന് വട്ടം കറങ്ങുന്നുണ്ട്. ഒരുപാട് നാളായി അങ്ങോട്ട് ശരിയാവുന്നില്ല. പലതും ശരിയായി വരുമ്പോൾ ചിലത് ശരിയാവാതെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിലേക്ക് ഇറങ്ങാനൊരു മടി ഉണ്ടാകുന്നത്. പക്ഷേ ആ മടി മാറ്റിക്കോളൂ, നല്ല സമയമാണ്. ഒരു വർഷക്കാലത്തിനുള്ളിൽ നിങ്ങളൊരു ബിസിനസ് ആരംഭിച്ചിരിക്കും. കർമ്മ നേട്ടമുണ്ടാകുന്നുണ്ട്, സമൂഹത്തിൽ മാന്യതയുണ്ടാകുകയാണ്, ഉയർച്ചയാണ്, ഐശ്വര്യമാണ്. അടുത്ത നക്ഷത്രങ്ങൾ കാർത്തിക, ഉത്രം, ഉത്രാടം നക്ഷത്രങ്ങളാണ്. അഷ്ടൈശ്വര്യ ഫലമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സാമ്പത്തിക കുതിപ്പുണ്ടാകാൻ പോവുകയാണ്. സാമ്പത്തികമായി ഒരു പിന്നോക്കമുള്ള അവസ്ഥ മാറി സമ്പത്ത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാം നേടാൻ സാധിക്കും എന്നൊരു ഉയർച്ച നിങ്ങളെ കാത്തിരിക്കുകയാണ്. മക്കൾ നിമിത്തം സന്തോഷിക്കാനുള്ള പല കാര്യങ്ങളും കാർത്തിക, ഉത്രം, ഉത്രാടം നക്ഷത്രക്കാർക്ക് വരുന്നതാണ്. കുടുംബ ബന്ധങ്ങൾ ശക്തമാകുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് അല്പം ശിഥിലമായി പോയി, അതായത് വളരെ സ്ട്രോങ് ആയിരുന്ന നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ചില പ്രശ്നങ്ങളെന്ന നിമിത്തം ആകെ ഒരു അല്പസ്വല്പം എല്ലാവരുടെയും മനസ്സിൽ വിഷമങ്ങളും, അതുകൊണ്ട് മനസ്സ് തുറന്ന് സംസാരിക്കാനോ സ്നേഹിക്കാനോ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട്. പക്ഷേ പഴയതുപോലെ വീണ്ടും കുടുംബ ബന്ധങ്ങൾ ശക്തമാകുന്ന സമയമാണ്. ജോലി ലബ്ധി ഉണ്ടാകുന്നു, ധനം സ്വരൂപിക്കാൻ നിങ്ങൾക്ക് സാധിക്കും, സേവിങ്സ് ഉണ്ടാകുന്ന സമയമാണ്. രോഗങ്ങൾ മാറുകയും പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുകയാണ് നിങ്ങളുടെ ഈ വർഷത്തെ വിഷുഫലം. ചതയം, ചോതി, തിരുവാതിര.
ഒരു പുനർജന്മമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഈ മേടവിഷുവോടുകൂടി ഒരുപാട് ദുഃഖിച്ചു മരിച്ചാൽ മതി എന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന നിങ്ങൾക്ക് അതിൽ നിന്ന് പുനർജന്മമാണ്. ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ പറന്നുയരാൻ പോവുകയാണ് നിങ്ങൾ. ആരോഗ്യം, സാമ്പത്തികം, ഉന്നതി, ഇതൊക്കെയും മേടം മുതൽ നിങ്ങളെ തേടിയെത്താൻ പോവുകയാണ്. വരുന്ന ഒരു വർഷക്കാലം നിങ്ങൾക്ക് സാമ്പത്തികമായ ഒരു നിലയിലെത്താൻ സാധിക്കും. എഴുതി വെച്ചോളൂ, മനസ്സിൽ കുറിച്ചോളൂ. ഇതിനൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. ഉത്സാഹം വർദ്ധിക്കും, ധൈര്യം വർദ്ധിക്കും. കയ്യിൽ ധനമില്ലാതെ വരുമ്പോൾ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഉൾവലിവുണ്ടാകും. അതായത് നമ്മുടെ കയ്യിൽ 10 രൂപ എടുക്കാനുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റേതായ ഒരു ധൈര്യത്തിൽ, ഒരു ബലത്തിലൊക്കെ നിൽക്കും. നമ്മുടെ ഈ പൈസ ഇല്ലെങ്കിൽ നമ്മൾ ഒന്ന് പിന്നോട്ടാകും. ഏത് കാര്യത്തിനും എന്തെങ്കിലും വാങ്ങിക്കാൻ ചെന്നാലും അത് വേണോ വേണ്ട എന്നുള്ള ചിന്ത വരും. പക്ഷേ നമ്മുടെ പോക്കറ്റ് നിറയെ കാശുണ്ടെങ്കിൽ നമ്മൾക്ക് ഏത് കാര്യവും വാങ്ങിക്കാം, അല്ലെങ്കിൽ എന്തും ചെയ്യും. ഒരു കോൺഫിഡൻസ് ആണ്. പക്ഷേ നിങ്ങൾ, അതായത് ചതയം, ചോതി, തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ കോൺഫിഡൻസ് നഷ്ടമായിട്ട് ഒരു 6-7 കൊല്ലമാകുന്നുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും, ഞാൻ പറയുന്നത് സത്യമല്ലേന്ന്. കാരണം ധനം കയ്യിലുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യത്തിന് പോലും ഇല്ല. എന്നാൽ മറ്റുള്ളവർ പറയുന്നു, നിൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട്, നീ ഇത് പുറമേ കാണിക്കാത്തതാണ്, നീ ബാങ്കിലൊക്കെ ഇട്ടേക്കുക, എന്നിട്ട് ഇങ്ങനെ ഒരു പിശുക്കനെ പോലെ കഴിയുക എന്ന് അടുത്തറിയുന്നവർ പോലും പറയുന്നുണ്ട്. അതാണ് ഏറ്റവും വേദനാജനകമായി മാറുന്നത്. ആ ഒരു അവസ്ഥ ഇവിടെ മാറാൻ പോവുകയാണ്. പുനർജന്മമാണ് ഈ വിഷുവോടുകൂടി നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങൾ അനുഭവിച്ച ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ഇതൊക്കെ നിങ്ങൾ മറ്റാരും കണ്ടില്ലെങ്കിലും മുകളിലിരിക്കുന്ന തമ്പുരാൻ ഭഗവാൻ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ ഫലമാണ് ഈ വിഷുവിന് നിങ്ങൾ രാജകീയമായി വാഴാനായി പോകുന്നത്. ഇതുകൂടാതെ 4 നക്ഷത്രക്കാർക്ക് ഈ വിഷുവിന് ലക്ഷ്മി യോഗം കൂടി രൂപം കൊള്ളുന്നുണ്ട്. പൂരാടം, മകയിരം, ആയില്യം, രേവതി എന്നീ 4 നക്ഷത്രക്കാർക്കാണ് ലക്ഷ്മി യോഗം കൂടി രൂപം കൊള്ളുന്നത്. വളരെ നല്ല സമയമായതിൻ്റെ കൂടെ ലക്ഷ്മി യോഗവും കൂടി നിങ്ങളിലേക്ക് എത്തുന്നു ഈ വിഷുവിന്. ധനധാന്യ സമൃദ്ധി വർധനവുണ്ടാകുന്ന സമയമാണ്. യശസ് വർദ്ധിക്കുന്ന, നമ്മൾ എന്ത് ചെയ്താലും നമ്മൾക്ക് അത് നെഗറ്റീവായിട്ടുള്ള ഫലങ്ങളെ ആയിരുന്നു മുന്നേ ഉള്ള കാലങ്ങളിൽ ലഭിച്ചിരുന്നത്. പക്ഷേ ഇനി എന്ത് ചെയ്താലും ആ വ്യക്തി അത് ചെയ്തു, അല്ലെങ്കിൽ നിന്നാൽ അത് ചെയ്യപ്പെട്ടു എന്ന് 10 പേരാൽ പറഞ്ഞ് വാഴ്ത്തി അല്ലെങ്കിൽ പ്രശംസിക്കപ്പെടേണ്ട സമയത്തിലേക്കാണ് ലക്ഷ്മി യോഗം നിമിത്തം നിങ്ങൾ വന്നിരിക്കുന്നത്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് പ്രീതിപ്പെടുന്ന ഒരു ദേവിയല്ല ലക്ഷ്മി ദേവി. ധനം കൊണ്ടുതരുന്ന നമ്മുടെ ലക്ഷ്മി ദേവി. അതേപോലെ തന്നെ പെട്ടെന്ന് പ്രകോപിതയും ദേഷ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ദേവി കൂടിയാണ് ലക്ഷ്മി ദേവി. പക്ഷേ ഇവിടെ ഈ വിഷുവിനോട് നിങ്ങൾക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൂടി എത്തുന്നുണ്ട്. ഐശ്വര്യമാണ്, നേട്ടമാണ്. രാഹു, കേതു ഈ ഗ്രഹങ്ങൾ കൂടി അനുകൂലമായി വരുന്നുണ്ട്. അപ്പോൾ ധനവരവ് എല്ലാം കൊണ്ടും സമ്പൂർണ്ണമാകാൻ പോകും. നമ്മൾ പറയുന്നുണ്ട്, ഒരു മനുഷ്യനും എല്ലാം നിറഞ്ഞ് സമ്പൂർണ്ണനാകുന്നില്ല എന്ന്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നിങ്ങൾ സമ്പൂർണ്ണനാകാൻ പോവുകയാണ്. ധനം, ധാന്യം, സമൃദ്ധി, ഐശ്വര്യം, നേട്ടങ്ങൾ, ദുഃഖങ്ങളില്ല, ദുരിതങ്ങളില്ല, അലച്ചിലുകളില്ല, വലച്ചിലുകളില്ല, വേദനകളില്ല, ആശുപത്രി വാസമില്ല. ഇതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞില്ലേ? കൂടെയുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ പങ്കാളിക്ക്, അല്ലെങ്കിൽ മക്കൾക്ക്, അങ്ങനെ പല കാര്യങ്ങളുമായി ആശുപത്രി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ആശുപത്രി വാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. സ്വന്തമായി ആശുപത്രി കിടക്കേണ്ടി വരെ വന്നിട്ടുള്ള അവസ്ഥ മാറാൻ പോവുകയാണ്. ലക്ഷ്മി യോഗമാണ് തെളിയുന്നത്. നേട്ടമാണ്, ഐശ്വര്യമാണ്. ഇപ്പോൾ 2025 ഏപ്രിൽ 14 മേടവിഷുവാണ്. തുടർന്ന് വരുന്ന 2026 മേടം വരെ വളരെയധികം ഭാഗ്യം ജീവിതത്തിൽ സിദ്ധിക്കുന്ന, ഐശ്വര്യം സിദ്ധിക്കുന്ന, ധനത്തിന് ഒരു കുറവും വരാതെ ഭാഗ്യത്തോടു കൂടി കഴിയാനുള്ള അനുഗ്രഹം ഭഗവാനിൽ നിന്ന് സിദ്ധിക്കുന്ന 19 നക്ഷത്രക്കാരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തന്നത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി.